Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഇതുപോലത്തെ റെഡിമെയ്ഡ് നെക്ക് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വെളിയിലൊക്കെ തയ്ച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത്. അതുപോലെ ഇതുപോലത്തെ പ്ലെയിൻ നമ്മൾ ഒരു തുണി വാങ്ങിച്ചാൽ അതിനെ എങ്ങനെയാണ് നമുക്കൊരു ഡിസൈനർ ബ്ലൗസ് ആക്കി മാറ്റാവുന്നതാണ്. ഇതിനെക്കാട്ടി നല്ല വർക്കുള്ളത് നമ്മളെ അവിടെ കടയിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സിമ്പിളായത് എടുത്തതാണ്. അപ്പം ഇതെങ്ങനെയാണ് പെട്ടെന്ന് വെക്കാൻ പറ്റും, എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. ബാക്ക് പാർട്ടിൽ ഇതുപോലെ മുറിച്ചെടുത്ത ബാക്ക് പാർട്ട് നിങ്ങളെ ബ്ലൗസിൻ്റെ ഇതിങ്ങനെ മാറ്റി വെക്കുക. ഇനി ഈരെന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിന് ഫസ്റ്റ് നമുക്ക് ഈ എക്സ്ട്രാ പാർട്ടുള്ളത് ഇത് സ്ലീവ്സിനുള്ളിലാണ്, ഇത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. ഇതുപോലത്തെ ട്രിക്കി വീഡിയോസ് കൂടുതൽ ഞാൻ കൊണ്ടുവരാറ് ചാനലിൽ. ഇത് നമ്മൾ ഫ്രണ്ടിൽ വെക്കാനുള്ളതാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ ചെറുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് പറ്റുമെങ്കിൽ ഫ്രണ്ടിൽ വെക്കാം, ഇല്ലെങ്കിൽ അത് വേറെ പൈപ്പിങ്ങോ ഒന്നെങ്കിൽ വെക്കാം ഫ്രണ്ടിൽ ആവശ്യമുണ്ടെങ്കിൽ. ഇതാണ് നമുക്ക് നെക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന്. ഇത് 8.5 ഇഞ്ച് ഉണ്ട്. അപ്പം കുഴപ്പമില്ലാത്ത രീതിക്ക് നെക്ക് ഇത് എല്ലാവർക്കും ഓക്കെ ആവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്ക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതിൻ്റെ വെളിയിലുള്ളത് കുറച്ച് എക്സസ് ഉള്ളത് ആദ്യം വെട്ടിക്കളയാം. ഇതിങ്ങനെ കുറച്ച് തുണി വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ ഇതേപോലെ ഉണ്ടോ ഇപ്പുറത്തെ ഇത് കട്ടാവാണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് ഞാൻ ഫുള്ള് മുറിച്ചിട്ടാകുമ്പോൾ കാണിച്ചു തരാം. ഇത് ഇപ്പുറത്തെ സൈഡിലത്തെ എല്ലാം ഞാൻ ട്രിം ചെയ്തെടുത്തു. ട്രിം ചെയ്തെടുത്താലും നല്ല ഫിനിഷിങ് കിട്ടുന്നതാണ്. ഇനി നമുക്കിത് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് രണ്ടും നമ്മൾ സ്ലീവ്സിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് വെട്ടിയെടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിത് സ്ലീവ്സിലും വെക്കാൻ പറ്റും. ഇത് മാറ്റി വയ്ക്കാം. ഫസ്റ്റ് ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടത് കാണിച്ചു തരാം. വളരെ ഈസിയാണ് ഫ്രണ്ട്സ്. അതുമല്ല നമുക്ക് മാരേജ് ബ്ലൗസിൻ്റെ ഒക്കെ ഓർഡറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. സ്വന്തം നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ വർക്കൊക്കെ ഉണ്ട്, നിറച്ച് വർക്ക് കിട്ടുന്നതാണ്. ഇതൊരു 98 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. ബ്ലൗസ് പീസ് എൻ്റെ വന്നിട്ട് 60 രൂപ. അപ്പം ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് നല്ലൊരു ബ്ലൗസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ചില ആൾക്കാർക്ക് ഇത്രയും വർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ചില ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും എംബ്രോയ്ഡറി ഒക്കെ, അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്കിത് തയ്ക്കേണ്ടത് എങ്ങനെ നോക്കാം. ഞാൻ ബ്ലൗസിൻ്റെ മെയിൻ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്ക്കുന്നത്. ഇത് നല്ല ഭാഗമാണ്, ബ്ലൗസിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് ഞാൻ തയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ബ്ലൗസിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് എടുത്ത് ഒരു 2.5 ഇപ്പുറം 2.5 ഇഞ്ചാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തയ്ക്കാം. എങ്ങനെയാണ് തയ്ക്കേണ്ടത് നോക്കാം. ഇനി പിന്നെ വെച്ച് സെക്യൂർ ചെയ്യാം. നമുക്ക് എത്രയാണ് ആവശ്യമില്ല അവിടെ വെച്ചിട്ട് തന്നെ സെക്യൂർ ചെയ്യണം. കുറച്ച് താഴോട്ട് വെക്കണം, 1/2 ഇഞ്ച്. എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം അതിൻ്റെ ഇടയിൽ അത് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ഇടാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിനിന് യൂസ് ചെയ്യുന്ന അത്ര തുണി വിട്ടിട്ട് വേണം നമുക്കിത് വെക്കാൻ കറക്റ്റ്. അപ്പോൾ ഞാൻ കുറച്ചൊരു 1/2 ഇഞ്ച് താഴോട്ട് വെച്ചിട്ടാണ് ഇതിനെ പിന്നെ ചെയ്യാൻ പോണത്. നിങ്ങളും ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ എത്ര ഡിസ്റ്റൻസ് വിട്ടത് അത്ര സെയിം ഡിസ്റ്റൻസിൽ തന്നെ ഇവിടെ നമുക്കതിനെ പിന്നെ ഇതെടുക്കാം. തയ്ച്ച് വരുമ്പോൾ ഈ നെക്ക് അടിപൊളിയായിരിക്കും ഫ്രണ്ട്സ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. ഇത് നമുക്ക് ഇവിടെ ഒരു ചെറുങ്ങനെ കട്ടിട്ട് കൊടുക്കുക, എന്നാലേ നമുക്ക് ഫ്രീ ആയിട്ട് തുണി കറക്റ്റ് വെച്ച് തയ്ക്കാൻ കിട്ടത്തുള്ളൂ. ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ സെൻറ്റർ ഇതായിരിക്കും ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. ആ സെൻറ്ററിൽ പിടിച്ചതിന് നമുക്കിത് കറക്റ്റ് സെൻറ്റർ വേണം വരാൻ. ഇതിൻ്റെ റെഡിമെയ്ഡ് നെക്ക് എങ്ങനെ തയ്ക്കണം എന്നൊരു വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇത് റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ നെക്ക് എങ്ങനെ തയ്ക്കേണ്ടതെന്ന് നമ്മൾ ഇടാൻ പോകണം. ഇനി ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ വക്കിലെ കൂടെ കറക്റ്റ് തയ്ച്ചെടുക്കാം. ഇതിനെ എങ്ങനെയാണ് ഫിനിഷിങ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. നമ്മളിത് നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് തയ്ക്കാൻ പോണത്. ഇനി വക്കിലേ കൂടെ സ്റ്റിച്ച് ഇടണം. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. മുകളിൽ കുറച്ച് നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട് നമ്മളെ ഇത് തയ്ക്കാൻ വേണ്ടി, ഷോൾഡർ ജോയിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഊരിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം.
കോർണർ വരുമ്പം നീഡിൽ ഇറക്കിയിട്ടാകുമ്പം തിരിച്ചെടുക്കണം തുണി അതിനെ. നമ്മൾ തയ്ച്ചെടുത്ത് എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ വേറെ കളർ ഇട്ട് തയ്ച്ചിരിക്കുകയാണ്. വെളിയിൽ നിന്ന് ഇത് ഇങ്ങനെയുണ്ട് കാണാൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ നല്ല വശം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്, ഈ ഭാഗത്ത് നമ്മൾ ലൈനിങ് എടുത്ത് വെക്കാം. നമ്മൾ മുറിച്ച ലൈനിങ്ങിനെ അവിടെ വെച്ചിട്ട് പിൻ ചെയ്യാം. ലൈനിങ്ങിന്റെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി ഇതിന്റെ മുകളിൽ കറക്റ്റ് ഷോൾഡർ ഇതിന്റെ സെന്റർ മാച്ച് ചെയ്യുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്യാം. വളരെ ഈസിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഈ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിന്റെ സെന്ററും മാച്ച് ചെയ്തു. ഫസ്റ്റ് ഇവിടെ നമുക്ക് പിൻ ചെയ്യാം. അതിൻ്റെ താഴെ അതേപോലെ ഇവിടെയും ഞാൻ ഇതിൻ്റെ ബോട്ടമിലും ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ രണ്ടും പീസും ഒരുപോലെ വന്നാലേ അതിനെ ഭംഗി കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പം ഇവിടെയും പിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ ഇവിടെയൊക്കെ പിൻ ചെയ്തിട്ടാകുമ്പോൾ ഇതിനെ നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് തുണി ഇവിടെ എക്സസ് ഉണ്ട്, ഇവിടെ സെറ്റായില്ല തുണി, അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വിടാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ കാണുന്നുണ്ടല്ലോ ഈ സ്റ്റിച്ച്, ഇതേ സ്റ്റിച്ചിൻ്റെ പുറത്തേ കൂടെ ഒരു സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ലൈനിങ് വെച്ചിരിക്കുന്നത് ബ്ലൗസിൻ്റെ നല്ല ഭാഗത്തോട്ടാണ് നമ്മൾ ലൈനിങ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഇട്ട സ്റ്റിച്ചിനെ ഗൈഡ് ലൈൻ ആക്കിയിട്ട് അതേപോലെ അതിൻ്റെ അടുത്തേ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ, അതിൻ്റെ തൊട്ടടുത്ത ഒരു സ്റ്റിച്ച് നമ്മൾ ഫുള്ള് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിതും അതിൻ്റെ അടുത്തേ കൂടെ ഉണ്ടോ, അതിൻ്റെ തൊട്ടടുത്തേ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് നമ്മൾ ഫുള്ള് ലൈനിനെ ഫിക്സ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്താൽ നല്ല ഭാഗത്ത് വെച്ചിട്ട് കഴുത്തിനെ തയ്ച്ചു. അത് കഴിഞ്ഞിട്ടാകുമ്പം ലൈനിങ്ങിനെ അതിൻ്റെ പുറത്തേ കൂടെ വെച്ചിട്ട് അതിനെ കമത്തി ഇട്ടപ്പോൾ നമുക്ക് ഈ ഗൈഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ഗൈഡ് ലൈൻ ഫോളോ ചെയ്ത് നമ്മൾ അതും കൂടെ അറ്റാച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ കണക്കിൽ തന്നെ ഇതിനെ മുറിച്ചെടുക്കാം. 4 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അങ്ങോട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് കമത്തി ഇട്ടാൽ നോക്കിക്കോളൂ, അടിപൊളി നെക്ക് റെഡിയാവും. 4 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസ് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ സ്റ്റിച്ച് പോകാണ്ട് തന്നെ ഇതിൻ്റെ കോർണർ ഉണ്ടല്ലോ, നല്ല വർക്കാണ് നമ്മൾ എടുത്തത്. ഈ കോർണറിലൊക്കെ ഓരോരോ നോച്ചസ് ഇട്ട് കൊടുക്കാം. എന്നാലേ ഇത് നമുക്ക് കറക്റ്റ് കമത്ത് വരത്തുള്ളൂ. ലൈനിങ് ഫാബ്രിക്കിന് ഒരു സ്റ്റിച്ചും പോകാണ്ട് വേണം നമ്മൾ ഈ കട്ടിട്ട് കൊടുക്കാൻ. സൂക്ഷിച്ച് എല്ലാം നമുക്ക് ഈ കോർണറിൽ കട്ടിട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തയ്ക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്താൽ എനിക്ക് ഹെൽപ്പാവും. ഇതെല്ലാം എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, വേറെ വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ തന്ന മൊബൈൽ നമ്പർ എൻ്റെ പെയ്ഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ടാണ് തന്നത്. അതിൽ ആരും റിക്വസ്റ്റ് എന്നെ അയക്കരുത് പ്ലീസ്. അതിൽ തന്നെ ഒരു ദിവസം 10-100 റിക്വസ്റ്റാണ് വരുന്നത് ഫ്രണ്ട്സ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നോച്ചസ് അടിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് നോക്കിക്കോളും, ഇങ്ങോട്ട് കമത്തി വിട്ടാൽ നമ്മൾ അടിപൊളി നെക്ക് റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി ആയിട്ട് വാങ്ങിച്ചാണ്. നമ്മളിവിടെ പിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ വെളിയിലൊക്കെ തയ്ച്ചൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കല്യാണ സമയത്തൊക്കെ ആൾക്കാർ ഓർഡേഴ്സ് കിട്ടും. ഇതുപോലെ ഓരോരു ബ്ലൗസ് തയ്ച്ചാൽ നല്ല എമൗണ്ടാണ് വാങ്ങിക്കുന്നത് ആൾക്കാർ. ഇതുപോലത്തെ ഇതിനെക്കാട്ടിയും കല്ലൊക്കെ വെച്ച നല്ല ഇത് കിട്ടും. നെക്ക് അടിപൊളിയായുള്ള നെക്ക്, ഇതുപോലത്തെ കല്ല് വെച്ച നെക്കൊക്കെ കിട്ടിയാൽ നിങ്ങൾ ഇതുപോലത്തെ ബ്ലൗസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ, മാരേജ് ബ്ലൗസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ഇതായിരിക്കും കിട്ടണത് കടയിലൊക്കെ തയ്ച്ച് വെച്ചാൽ. എൻ്റെ ട്രിക്ക് അത്രയേ ഉള്ളൂ. ഇനി ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിന് ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് ഇടുമ്പോൾ നൂല് ഈ കളറിൽ മാച്ച് ആവുന്ന ഒരു നൂല് എടുത്തിട്ട് വേണം അതിന് ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, കമത്തി ഇട്ടപ്പോൾ ഇതിങ്ങനെയുണ്ട്, കണ്ടോളൂ. നല്ല ഫിനിഷിംഗ് ആണ് കിട്ടുന്ന നെക്കിന്. കണ്ടോ, ഇതൊക്കെ കണ്ടോളൂ. നല്ല ഫിനിഷിങ്ങിൻ്റെ കൂടെയാണ് ഇത് കിട്ടുന്നത്.
നിങ്ങൾ വാങ്ങിച്ച് ഇതുപോലെ തയ്ച്ച് നോക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ നെക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തയ്ച്ച് നോക്കാം. നല്ല വെറൈറ്റി ആയിരിക്കും. ഇതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് നെക്ക് കിട്ടും. ബീഡ്സ് ഒക്കെ ഉള്ള ചെറിയ വർക്ക് വരുന്നത് നല്ല ഇതൊക്കെ കിട്ടുന്നതാണ്. അത് അപ്പോൾ വെക്കേണ്ട ഇങ്ങനെയാണ്. ഇനി ഇവിടെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ടോപ്പ് സ്റ്റിച്ച് അടിക്കുമ്പോൾ ഏതെങ്കിലും നൂല് കണ്ടോ? ഇപ്പം ഞാൻ അടിച്ചത് കാണുന്നില്ല. ഒരു സെയിം കളർ ഗോൾഡ് കളർ നൂല് വാങ്ങിച്ചാൽ മതി. സാധാ നൂലാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതുപോലത്തെ സാധാ നൂലാണ് ഞാൻ യൂസ് ചെയ്തത്. ഈ കളറാണ് ഞാൻ വെച്ചടിച്ചത്. ജെറി ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. സാധാ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ഈ നൂലാണ് ഞാൻ യൂസ് ചെയ്തത്. അതേപോലെ എവിടെയും കൂടെ സ്റ്റിച്ച് ചെയ്താൽ നമ്മൾ നെക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തിട്ടാകുമ്പം സ്ലീവ്സ് കട്ട് ചെയ്ത സ്ലീവ്സിൽ സ്ലീവ്സ് റെഡി ആക്കിയിട്ടാകുമ്പം ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് സ്ലീവ്സിൻ്റെ സെൻറ്റർ ഇങ്ങനെ നോക്കാം. ഇതിൻ്റെ സ്ലീവ്സ് അല്ല. ഇങ്ങനെ സെൻറ്റർ നോക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ അടിപൊളി കൈയും റെഡി. ഇതിൻ്റെ കൂട്ടം കണ്ടോ? നല്ല ഭംഗിയായിരിക്കും. ഇത് താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടും എന്നാണ് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നവരെ ബൈ.